മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ആണ് ഈ അസീനോമോട്ടോ എന്ന് പറയുന്നത്. ഈ സോഡിയം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിൽ ജനറലി അവൈലബിൾ ആണ്. ഗ്ലൂട്ടാമേറ്റ് ഓൾസോ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ഫുഡ്. ഇപ്പോൾ ടൊമാറ്റോ നമ്മൾ തക്കാളി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഗ്ലൂട്ടാമേറ്റ് ഉണ്ട്. സോ നമ്മുടെ ഫുഡിൽ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ഇടേണ്ട ആവശ്യമില്ല ഇന്ത്യൻ ഫുഡിൽ. ബട്ട് വേറെ ഫുഡ് ഇപ്പോൾ ചൈനീസ് ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ആ ഫ്ലേവർ കിട്ടുന്നില്ല അവർക്ക്, ആ ടൊമാറ്റോയുടെയും ഇതിൻ്റെയും. അപ്പോൾ മേളിൽ കൂടെ കുറച്ച് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് ഇട്ടാൽ അത് ഒരു പ്രശ്നമല്ല. ഒരു പോർഷൻ ഫുഡിനകത്ത് 0.4 മില്ലിഗ്രാം ആണ് ചേർക്കാൻ പാടുള്ളത്. പക്ഷേ നമ്മളൊരു ഹോട്ടലിൽ ചെന്ന ഒരു ഫ്രൈഡ് റൈസ്, ഒരു സൂപ്പ്, ഒരു ചില്ലി ചിക്കൻ, ജിഞ്ചർ ഗാർലിക് മഞ്ചൂരി, അങ്ങനെ എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങിയാൽ അതിനകത്ത് ഇത് വാരി ഇടുന്നത്, അതായത് 0.4 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ വിരൽ മുട്ടിട്ടിടാനുള്ളതുണ്ടാവുള്ളൂ. അനുഭവ 25 വർഷമായി ഞാൻ സർ, 1 ലക്ഷം രൂപ കച്ചവടം നടക്കുന്ന, ആവറേജ് കച്ചവടം നടക്കുന്ന ഒരു ഹോട്ടലില് ചുരുങ്ങിയത് 10 കിലോ അജിനോമോട്ടോ വാങ്ങിച്ചിരിക്കും. നീ കേട്ടത് ശരിയാ, കാടളക്കി വരണ കൊമ്പന തളച്ചത് ശരിയാ. അതേമാതിരി 2 കിലോ കളർ വാങ്ങിച്ചിരിക്കും. ബിരിയാണി തിന്നവൻ നാളെ ഉച്ചയാകുമ്പോ അവിടെ പോയി ഒരു ബിരിയാണി കഴിക്കാം. ഈ ബിരിയാണീൻ്റെ ദമ്മ പൊട്ടിച്ചേരുണ്ടല്ലോ, ഒരു മണൻ്റെ മൂക്കിലോട്ടും വായിലോട്ടൊക്കെ അങ്ങോട്ട് അടിച്ച് കയറിനേനും സഹിക്കാൻ പറ്റില്ലേനും കേട്ടാ. രാവിലെ 7:30 അലാം വെച്ച് എഴുന്നേറ്റിട്ട് ഏകദേശം 45 കിലോമീറ്റർ ദൂരം യാത്രയായിട്ടാണ് ഞാൻ ഈ ബിരിയാണി കഴിക്കാൻ വന്നിട്ടുള്ളത്.